ഓക്കെ, ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളൂ. നാളത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 15 ക്വസ്റ്റ്യൻസും കൂടെ ചേർക്കാനുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടോട്ടൽ അപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻസോളം വരുന്നുണ്ട്. 5 എണ്ണം ഇന്ന് നമ്മൾ ചെയ്യും, പിന്നെ 15 എണ്ണം നമ്മൾ നാളെ ചെയ്യും. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾ, ഓക്കെ, ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് 2 ട്രയാങ്കിൾ തന്നാണ്. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് ഈ ട്രയാങ്കിളിനോട് സെയിം ആയിട്ടുള്ള ആംഗിൾ, അതായത് ഇതിൻ്റെ അകത്തും സെയിം ആയിട്ടുള്ള ആംഗിൾസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ആദ്യം നമ്മൾ നോക്കുക, നമുക്ക് എന്തൊക്കെ റൂളുണ്ട്. SSS റൂളുണ്ട്, SAS റൂളുണ്ട്, ASA റൂളുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, സൈഡുകൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡുകളിലുള്ള 3 സൈഡ് തന്നാണ്. അപ്പം 3 സൈഡിലുള്ളത് ഏതാണോ ആ റൂളൊന്ന് നോക്കാം. സോ എനിക്കിപ്പോൾ മനസ്സിലായി, ഇവിടെ 3 സൈഡ് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് പറയുന്നു, 2 ഉണ്ട്, ഇവിടെ ഉണ്ട്, സോറി കേട്ടോ, ഇവിടെ 2 ഉണ്ട്, ടെക്സ്റ്റിൻ്റെ അകത്ത് 2 ഉണ്ട്. സോ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ദെൻ ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ 4 സെൻറ്റിമീറ്റർ ഉണ്ട്, 4 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ സൈഡ്സ് 2 ട്രയാങ്കിളിൻ്റെ എല്ലാ 3 സൈഡുകളും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും സെയിം ആയിരിക്കും. സോ 3 സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ട്. 3 സെൻറ്റിമീറ്ററിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ഇതാണ്. ഓക്കെ, അപ്പം ഇവിടെ 3 സെൻറ്റിമീറ്റർ ഇവിടെ ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? X ആണ്. അപ്പം ഇവിടെ N, അപ്പം ആംഗിൾ N ഇസ് ഈക്വൽ ടു ആംഗിൾ X. അപ്പോൾ 3 സെൻറ്റിമീറ്റർ കഴിഞ്ഞു. 3നെ ഞാൻ വെട്ടിയിട്ടേക്കാണ്. ഇനി നമുക്ക് 2നെ നോക്കാം. 2ൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതാണ്? M ആണ്. ഓക്കെ, അപ്പം ആംഗിൾ M ഈക്വൽ ടു, ഇവിടെ 2ന് ഓപ്പോസിറ്റ് ഏതാണ്? Z ആണ്. സോ ആംഗിൾ Z. 2നെയും കഴിഞ്ഞു. നമുക്ക് 4 സെൻറ്റിമീറ്റർ. 4ന് ഇവിടെ എന്താണ്? L ആണുള്ളത്. ഇവിടെ ആണെങ്കിലോ Y ആണ്. അപ്പം ആംഗിൾ L ഇസ് ഈക്വൽ ടു ആംഗിൾ Y. സോ ഇതെന്താണ്, ജസ്റ്റ് നമ്മൾ ഈ പഠിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷൻ. ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഏത് റൂളാണെന്ന് നോക്കുക. SAS റൂൾ ആയതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ എക്സാമിന് എന്തൊക്കെ ചെയ്യാം, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ലാംഗ്വേജിൽ 3 സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണ് അക്കോർഡിംഗ് ടു ദിസ് എന്ന് പറഞ്ഞിട്ട്, ഈ ആംഗിൾ ഇതിന് ഈക്വലാണ്, ഈ സൈഡുകൾ ഇത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് പറയാം.